ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. മോദി BJPയുടെ യുവത്വമാണ്, അതുകൊണ്ടും തീർന്നില്ല, അധികാരത്തിലേക്ക് നിഷ്പ്രയാസം കടന്നു വന്ന ഒരു യുവത്വവുമാണ്. ആ യുവത്വം വാർദ്ധക്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന നിലയ്ക്കുള്ള വാർത്തകളാണ് നമ്മെ ഇന്ന് തേടിയെത്തുന്നത്. വാർദ്ധക്യത്തെ അംഗീകരിക്കാത്ത യുവത്വത്തിൻ്റെ പ്രതീകമായ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, അദ്വാനി, മുരളി മനോഹർ ജോഷി എന്ന വന്ധ്യവയോധികരെ BJPയിൽ നിന്ന് തന്നെ പുറത്താക്കിയോ എന്ന് തോന്നുന്ന രീതിയിലാണ് അതേ സംബന്ധിച്ച വാർത്ത. BJP പാർലമെൻ്ററി ബോർഡിൽ അഴിച്ചുപണി നടത്തുകയും അഴിച്ചുപണിയുടെ ഭാഗമായി LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെ പുറത്താക്കുകയും ചെയ്തു. പാർലമെൻ്ററി ബോർഡിൽ നിന്ന് ഏറ്റവും വലിയ നയ തീരുമാനം കൈക്കൊള്ളുന്ന ബോർഡിൽ നിന്നാണ് ഇരുവരും പുറത്താക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധാർഹമായ വാർത്തയായി മാറുന്നു. മാതൃഭൂമി അത് ഒന്നാം പേജിൽ തരുന്നത് കാണുക. BJP പാർലമെൻ്ററി ബോർഡിൽ അഴിച്ചുപണി, അദ്വാനി, ജോഷി പുറത്ത്. ഇരുവരും വാജ്പേയിക്കൊപ്പം മാർഗനിർദ്ദേശക മണ്ഡലിൽ. ചൗഹാനും നദ്ദയും പാർലമെൻ്ററി ബോർഡിൽ എത്തിച്ചേരുകയും ചെയ്തു. PS നിർമ്മല ദില്ലിയിൽ നിന്ന് ആ വാർത്ത എത്തിക്കുമ്പോൾ വിശദാംശങ്ങൾ കാണുക. BJP പാർലമെൻ്ററി ബോർഡിൽ നടന്ന അഴിച്ചുപണിയിൽ മുതിർന്ന നേതാക്കളായ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പുറത്തായി. പാർട്ടിയുടെ സുപ്രധാന നയങ്ങൾ തീരുമാനിക്കുന്ന സംവിധാനത്തിൽ നിന്നാണ് ഇരുവരും ഒഴിവാക്കപ്പെട്ടത്. വാജ്പേയിയുടെ പേരും ബോർഡിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ദീർഘകാലമായി രോഗശയ്യയിലാണ്. അതേസമയം മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി രൂപവൽക്കരിച്ച മാർഗനിർദ്ദേശക് മണ്ഡലിൽ അദ്വാനിയെയും ജോഷിയെയും ഉൾപ്പെടുത്തിയതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഈ സമിതിയിലുണ്ട്. അമിത്ഷാ പാർട്ടിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ തന്നെ പാർട്ടി ഭാരവാഹിത്വത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ മാറ്റം ഇപ്പോഴാണ് സംജാതമായത്. അതുവഴി പൂർണ്ണമായും തൻ്റെ യുവത്വ പ്രതീകത്തിൻ്റെ നിയന്ത്രണത്തിൽ പാർട്ടിയെ കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിലും അതുപോലെ പാർട്ടിയിലും നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൻ്റെ ഏക പര്യായം എന്ന നിലയ്ക്ക് BJP മാറിത്തീർന്നതിൻ്റെ വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. പാർലമെൻ്ററി ബോർഡ് എന്ന നയസമിതിയിൽ നിന്ന് പുറത്താക്കുന്നു LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും എന്നതാണ് ആ വാർത്തയുടെ പ്രാധാന്യമെങ്കിൽ സംഘപരിവാര പത്രമായ ജന്മഭൂമി അത് അംഗീകരിച്ചു തരാൻ തയ്യാറല്ല. ജന്മഭൂമി ആ വാർത്തയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് കാണുക. ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്തയായി മാതൃഭൂമിയെപ്പോലെ തന്നെ ജന്മഭൂമിയും അത് തരുന്നുണ്ട്. എങ്കിലും അതിൻ്റെ വ്യാഖ്യാനത്തിൽ വന്നിരിക്കുന്ന വ്യതിയാനം, മാറ്റം കൗതുകകരമാണ്. പാർലമെൻ്ററി ബോർഡ് പുനഃസംഘടിപ്പിച്ചു. BJPക്ക് പുതിയ സംവിധാനം, മാർഗനിർദ്ദേശക് മണ്ഡൽ. പുതിയൊരു സംവിധാനമുണ്ടാക്കി ഏറ്റവും ഉയർന്ന ബോഡിയിൽ ഇരുവരെയും കുടിയിരുത്തി എന്ന നിലയ്ക്കാണ് ജന്മഭൂമി അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാണുക വാർത്തയുടെ വിശദാംശങ്ങൾ. 3.5 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന BJPക്ക് പുതിയ സംവിധാനമായി മാർഗനിർദ്ദേശക് മണ്ഡൽ രൂപീകരിച്ചു. അടൽ ബിഹാരി വാജ്പേയി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, LK അദ്വാനി, ഡോക്ടർ മുരളി മനോഹർ ജോഷി, രാജ്നാഥ് സിംഗ് എന്നിവരാണ് പാർട്ടിയുടെ പരമോന്നത മാർഗനിർദ്ദേശക സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുക വഴി പാർലമെൻ്ററി ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു സംവിധാനത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും എന്നാണ് ഈ വാർത്ത, ജന്മഭൂമി വാർത്ത നമ്മോട് നുണ പറയുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും നല്ല തമാശ, AB വാജ്പേയി രോഗാതുരനായി ശയ്യാവലംബിയാണ്, മറവി രോഗമാണ് അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതൊന്നും AB വാജ്പേയി എന്ന മഹാനേതാവ് ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഈ മറവി രോഗിക്കൊപ്പം LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും പിടിച്ചിരുത്തുകയാണ് ഇപ്പോൾ BJP നേതൃത്വം ചെയ്യുന്നത്. മറക്കാൻ ആഗ്രഹിക്കുന്ന ആ സംപൂജ്യരായ ആ ആളുകളെ മറക്കാൻ ആഗ്രഹിക്കുന്നു BJP, ആ വൃദ്ധരായ നേതാക്കളെ. അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഈ മാർഗനിർദ്ദേശക് മണ്ഡൽ എന്ന് എല്ലാവർക്കും നന്നായി അറിയാമെങ്കിലും ജന്മഭൂമി അതിനെ വെറുതെ വെള്ളപൂശുന്നു. ആരും വിശ്വസിക്കാനും പോകുന്നില്ല. നരേന്ദ്രമോദി ജയിച്ച വഡോദരയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹം ആ മണ്ഡലം രാജിവെച്ചു. പകരം വാരണാസി നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം വഡോദരയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ
നാം പ്രതീക്ഷിച്ചത് മാതിരി അമിത്ഷാ അവിടെ സ്ഥാനാർത്ഥിയാകുന്നില്ല എന്നതാണ്. മലയാള മനോരമ വർത്തമാനം പേജ് തരുന്നു. അമിത്ഷാ ഇല്ല, രഞ്ജൻ ബെൻ ഭട്ട വഡോദരയിൽ BJP സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നരേന്ദ്ര റാവത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാംഗത്വം രാജിവെച്ച ഗുജറാത്തിലെ വഡോദര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി രഞ്ജൻ ബെൻ ഭട്ടയെ BJP പ്രഖ്യാപിച്ചു. അമിത്ഷാ പ്രതീക്ഷിച്ചത് മാതിരി അവിടെ സ്ഥാനാർത്ഥിയാകുന്നില്ല എന്നതാണ് വാർത്താ പ്രാധാന്യമുള്ള ഘടകം. കേരളത്തിൽ മൊത്തം എത്ര ബാറുകളാണുള്ളത്? 732 ബാറുകളാണ് കേരളത്തിൽ ആകെയുള്ളത്. അതിൽ 2 എണ്ണം ലൈസൻസ് പുതുക്കിയില്ല, അങ്ങനെ 730ആയി. 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി സർക്കാർ നൽകിയില്ല. ബാക്കി 312 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. ഈ എല്ലാ ബാറുകളും പൂട്ടാൻ പോകുന്നു. സെപ്റ്റംബർ 12-ാം തീയതിയാണ് പൂട്ടുക. ഇന്നലെ മന്ത്രി കെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന എക്സൈസ് ഉന്നതതല യോഗം അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടു. മലയാള മനോരമ അത് ലീഡ് വാർത്തയാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ബാർ ഒരോണം കൂടി, ഈ ഓണക്കാലഘട്ടത്തിൽ കൂടി ബാറിൽ കയറി മലയാളികൾക്ക് മദ്യപിക്കാം. അതിനുശേഷം ഒരു ബാറിലും മദ്യം ലഭിക്കുന്നുണ്ടാവില്ല. നാളെ നോട്ടീസ് നൽകും. 732 ബാറുകളും സെപ്റ്റംബർ 12-ന് അടയ്ക്കും. ബിയർ വൈൻ പാർലർ ലൈസൻസ് ഫീസ് 5 ലക്ഷമാക്കി ഉയർത്തി. 4 ലക്ഷം 5 ലക്ഷമാക്കി. ബിയർ വാർത്തയുടെ വിശദാംശങ്ങൾ തരുന്നത് കാണുക. സംസ്ഥാനത്തെ ബാറുകൾ ഓണം കഴിഞ്ഞേ പൂട്ടുകയുള്ളൂ. നിലവിൽ തുറന്നു പ്രവർത്തിക്കുന്ന 312 ബാറുകളടക്കം ആകെയുള്ള 732 ബാറുകൾക്കും അടച്ചുപൂട്ടൽ നോട്ടീസ് നാളെ നൽകും. നോട്ടീസിൻ്റെ 15 ദിവസ കാലാവധി സെപ്റ്റംബർ 12-ന് പൂർത്തിയാകുമ്പോൾ ബാറുകളെല്ലാം ലൈസൻസ് റദ്ദാക്കി അടച്ചു പൂട്ടുമെന്ന് എക്സൈസ് ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി കെ ബാബു അറിയിച്ചു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം അത് അംഗീകരിക്കുക കൂടി ചെയ്യുമ്പോൾ ബാർ പൂട്ടലിൻ്റെ ദിനം 12-ാം തീയതി, അടുത്ത മാസം സെപ്റ്റംബർ 12-ാം തീയതി ആയിരിക്കും എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു.